2030 ഏകദേശം 8 ലക്ഷത്തോളം വേക്കൻസികളാണ് വരുന്നത്. കാരണം എന്താ, ഇപ്പം ജോലി ചെയ്യുന്നവരുടെ ഏജിങ് ആയി. അപ്പോൾ അവിടെ പുതിയ ഫെർട്ടിലിറ്റിയുടെ മറ്റോ ഇഷ്യൂ ആയിട്ട്, കാരണം ആൾക്കാർക്ക് കുട്ടികളെ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ജനസംഖ്യ ഉണ്ടാവുന്നില്ല. ഷോർട്ടേജാണ് ഇത്രയും. ഹോട്ടൽ ഇൻഡസ്ട്രി, മെഡിക്കൽ ഹോസ്പിറ്റല്, അതേപോലെ തന്നെ ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ, അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന കാറുകളും മറ്റുള്ള സംഭവം, അവിടെ ജോലി ചെയ്യാൻ ആളിനെ കിട്ടുന്നില്ല, അവിടെയുള്ള ആൾക്കാരെ. അതിൻ്റെ പേരിൽ ഒരു പലതും മാറ്റാൻ പോവുകയാണ്, പല നിയമങ്ങളും. ഇപ്പോൾ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വേറൊരു കമ്പനിയിൽ പോകണമെങ്കിൽ അവർക്ക് പോകാം. അതിന് വരെ പ്രശ്നമൊന്നുമില്ല. കാരണം അങ്ങനെ നിയമം നേരത്തെ ഉണ്ട്, അത് മാറ്റുകയാണ്. അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യാൻ വരുന്നവർക്ക് ഫെസിലിറ്റീസ് അവർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം അമേരിക്ക, യൂറോപ്പ് പോലെ ആ രീതിയിലാക്കുകയാണ്. കാരണം ജപ്പാൻ ആൾക്കാരെ വേണം. അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇന്ത്യയെ പോലെ രാജ്യത്തെ പറ്റുകയുള്ളൂ. അവർക്കൊരു ഇസ്ലാമിക രാജ്യത്ത് പോകാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ ടാലൻ്റാണ്. ഇവിടെയൊക്കെ താങ്ക്സ് പറയേണ്ടത് നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കിൽ ഡെവലപ്മെൻറ്റ്, അതിനാണ് സക്സസ് ആയത്.